ഹായ് നമസ്കാരം. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ചെടി ഇത് കണ്ടില്ലേ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ പേരാണ് ലിറ്റിൽ ബേർഡ് പ്ലാന്റ്. കിളിച്ചെടി എന്നായിരുന്നു ഞങ്ങൾ പണ്ട് പറയാറ് കേട്ടോ. അങ്ങനെ ഒരു പേരുണ്ട്. വേറൊരു പേരുണ്ട്, ഞാനങ്ങ് മറന്നുപോയി, എൻ്റെ വായിൽ കൊള്ളുന്നില്ല, ഗൂഗിളിൽ കണ്ടതായിരുന്നു. അപ്പോൾ ഈ ചെടിയുണ്ടല്ലോ, അപ്പോൾ ഇതിന് ഇപ്പോഴും നിറയെ ഈ പൂക്കളുണ്ടായി നിൽക്കുക ഇത്. അപ്പോൾ ഈ പൂക്കൾ കിളികളെ പോലെയുള്ള ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതാണ് ഇതിന് ബേർഡ് പ്ലാന്റ് എന്ന് പേര് വന്നത്. അപ്പോൾ ഇത് നിറയെ ഈ ചെടി പൂക്കളുണ്ടാകുന്ന സമയത്ത് ഈ കമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പിന്നെ 2-3 ഇലകൾ വന്നതേ ഉള്ളൂ. ഞാൻ നിറയെ പൂക്കൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കമ്പ് മാത്രം വന്നിട്ട് നിറയെ പൂക്കളായിരിക്കും. അല്ലാത്ത സമയത്ത് ഇതേപോലെ പച്ച കളറിലെ ഇലയായിരിക്കും ഇതേപോലെ. പിന്നെ ഇനി ഒരു സമയത്ത് വെള്ള നിറത്തിലുള്ള ഇലകളായിരിക്കും. അങ്ങനെ 3 തരത്തിൽ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ചെടി കാണാം. അപ്പോൾ ഈ ചെടി ഇതുപോലെ ഞാൻ കണ്ടില്ലേ, ഇതേപോലെ ഒരു ചെറിയ ചട്ടിക്കകത്താണ് വളർത്തിയിരിക്കുന്നത്. മുട്ടത്തോടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താം, പുറത്ത് വയ്ക്കാം. പിന്നെ നമ്മൾക്ക് ഗാർഡന് ഇതേപോലെ കൊച്ചു കൊച്ചു കമ്പുകൾ മുറിച്ച് നട്ടാൽ അതിലായിട്ട് നട്ടാം. നിറയെ പിടിച്ചോളും. ഒരാൾ പൊക്കത്തിലൊക്കെ വളരുന്ന ചെടിയായത്. അപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചൊരു കാര്യം, എന്നെപ്പോലെ ഇതിനെ സ്നേഹിക്കുന്ന വേറെ ഒരാളെ കൂടെ ഞാൻ കണ്ട്. ഇവിടെ വയറിങ്ങിനൊക്കെ വന്ന ഒരു പയ്യനുണ്ട്. അത് നേപ്പാളി പയ്യനായിരുന്നു. അപ്പം നേപ്പാളി പയ്യൻ ഇത് കണ്ടിട്ടുടനെ പറഞ്ഞു, ഇതിൻ്റെ ഒരു പീസ് തരണേ, കാരണം അവർക്ക് അവിടെ ഉണ്ടെന്ന് ഈ ചെടി. അപ്പോൾ അത് കണ്ടപ്പോൾ അതിന് ഭയങ്കര സന്തോഷം. അപ്പം നമ്മൾ കൊടുത്ത്. അങ്ങനെ എൻ്റെ അടുത്ത് ഈ ചെടിയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ കട്ടിങ്സൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ഈ പറയുമ്പോൾ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കാം, നേരിട്ടാണെങ്കിൽ. അല്ലാത്തപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ആരോടും സ്നേഹം ഇല്ലായിട്ടല്ല. അപ്പോൾ താങ്ക് യു.